വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വെയിലൊക്കെ താന്നിട്ടുണ്ട്. പൊതുവേ ഇന്ന് നമുക്ക് എന്നത്തേനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ വെയിൽ കുറവായിരുന്നു. ഒരു കുത്തുന്നൊരു വെയിൽ കുത്തിന് ചൂടൊക്കെ വളരെ കുറവായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇനി മഴയ്ക്കുള്ള ലക്ഷണമാണെന്നൊന്നും അറിയില്ല. പൊതുവെ നമുക്ക് വേനൽ മഴ ഇപ്രാവശ്യം വളരെ കുറവായിട്ടാണ് കിട്ടിയത്. ഒന്ന് രണ്ട് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടോ നമുക്ക് വേനൽ മഴ കിട്ടിയില്ല. പിന്നെ നമുക്ക് എന്താ അറിയില്ല കേട്ടോ, ഈ മഴയ്ക്കുള്ള ലക്ഷണമാണെന്ന് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു തണുത്ത കാറ്റും വീശുന്നുണ്ട്. സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് വെയിലിൻ്റെ ഒരു താഴ്ച, അതായത് വെയിൽ കുറച്ചൊന്ന് കുറയുന്നത് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വെയിൽ നന്നായിട്ടൊന്ന് കുറയുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ നേരത്തെ കുറഞ്ഞുകൊണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ്. അതേപോലെ നമ്മുടെ ആവണിക്കുട്ടി സാധാരണ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. ഇപ്പോൾ ചൂടിൻ്റെ ശക്തിയിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പക്ഷെ ഇന്നാളിത് കുറച്ച് അധിക സമയമായിട്ടുണ്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇത്ര നേരം നീച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും അവളെന്തായാലും നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അതേപോലെ നോക്കി നമ്മുടെ തൊട്ട് പുറകിലായിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞക്കോളാമ്പിയുടെ ഈ ഒരു ചെടി നിൽക്കുന്നത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല എനിക്ക് ആ ഒരു പച്ചപ്പും അതുപോലെ തന്നെ പൂക്കൾക്കായാലും അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കളറൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിന് കാരണം വേറെ നന്നായിട്ട് നനയും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ വെയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു പൂക്കൾ എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൂക്കൾക്ക് ഒരു നല്ല രീതിയിൽ നനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ ഫ്ലവറിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ഈ ഒരു മഞ്ഞക്കോളാമ്പി ആട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ചെറിയൊരു കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ പ്ലാന്റ്സുകളും ഇതിൽ തന്നെ നമുക്ക് നിർപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കമ്പൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കട്ടെ. ആ ഒരു മൊട്ടും അതുപോലെ തന്നെ പൂവിൻ്റെയൊക്കെ ആ ഒരു വെയിറ്റ് കൊണ്ട് അങ്ങനെ താഴേക്കിങ്ങനെ ചാഞ്ഞ് കിടക്കുവാണേ. നമുക്ക് പൊട്ട് നോക്കി ഇതിൻ്റെ എല്ലാ മുട്ടുകളിലും നോക്കി ചെറിയ ചെറിയ മുളകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നോക്കി എല്ലാത്തിലും ഉണ്ടാകും ഈ ഒരു മുട്ടുകളാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മുളകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 5-6 മുട്ട് വീതം വരുന്ന ഒരു കമ്പ് നോക്കിയിട്ട് മുറിച്ച് നടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് ഒരു അമ്മേന്ന് വിളിച്ച് കേട്ടപ്പോഴേ തോന്നിയിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുക പോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാന്ന് കണ്ടാൽ നമ്മൾ ആവണിക്കുട്ടി എങ്ങനെ നല്ലത് മണത്ത് കണ്ടുപിടിക്കട്ടോ. ആൾ അപ്പം എണീച്ചു. ഒരു നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞില്ല. ആവണിക്കുട്ടി ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഒന്നുമില്ല ഇവിടെ നോക്കിക്ക്. ആവണിക്കുട്ടി മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തേ, മുടി കെട്ടിയത് കാണിച്ചു കൊടുത്തേ. കൊമ്പ് കെട്ടിയെന്ന് പറ. കുഞ്ഞിക്കൊമ്പ് എവിടെ? ഇതാ കുഞ്ഞിക്കൊമ്പ് കെട്ടി വെച്ചിരിക്കുന്നു. നോക്കട്ടെ, അവിടെ വെക്ക്, അവിടെ വെക്ക്. ഹായ് പറ, ഹായ് പറ. ഇല്ലേ ഇപ്പം നീച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പോൾ പോയി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും ഉറക്കപ്പിച്ച് ഇതങ്ങ് മാറി വരുത്തേ ഉള്ളൂ. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം. അതേപോലെ നോക്കി ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിളികളുടെ നല്ല രീതിയിൽ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ. നമ്മൾ വൈകുന്നേരം ആയി തുടങ്ങിയല്ലോ. ഇങ്ങനെ കുറച്ച് വെയിലും കൂടി താന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുണ്ട് കിളികളുടെ സൗണ്ടായി കേൾക്കുക. അപ്പോൾ നമ്മുടെ ആവണിക്കൂടി ഇതാ കിളികളുടെ സൗണ്ടായി കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വലിയൊരു അപ്ഡേഷൻ വീഡിയോ തന്നെ പറയാട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ നല്ല രീതിയിൽ തന്നെ പയർ വിത്തുകൾ നട്ടു കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടക്കായിരുന്നു. അതായത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് നമ്മുടെ ഗാർഡനാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒന്നും നടാതെ അങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാട് പിടിച്ച് അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ നല്ല ആ ഒരു കാട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് അതിനുശേഷം നമ്മളിത് ഫുള്ള് വള്ളിപ്പാറിൻ്റെ വിത്തുകളാട്ടോ നട്ടു കൊടുത്തത്. അപ്പോൾ എന്നാലും ഇവിടെ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ വിത്തുകൾ നടത്തുന്നത് പോലെ 2 പരും നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടരാണെങ്കിൽ എന്തായാലും കണ്ടോ കൂടെ. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള വിത്തുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ എല്ലാ ഒരു ഓർഡറിൽ ഇങ്ങനെ ഫുള്ള് ഈ ഒരു ലെവലിൽ ഇങ്ങനെ വരിക്കാണ് നട്ടുകൊടുത്തത്. തന്നെ ഉണ്ടായി നിൽക്കുന്നത് കാണാനും ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർത്തങ്ങ് പന്തലിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ 2 പരുവം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുവരെ അതിൻ്റെ അപ്ഡേഷനോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അത് വേറെ കേട്ടോ, ഓരോ തിരക്കായി പോയിട്ടോ. പിന്നെ ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടർന്ന് സ്പ്രെഡ് ആയപ്പോൾ പിന്നെ നമ്മളിവിടെ നെറ്റ് കെട്ടി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബാലൻസ് ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നോക്കി ഇലകളായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പമുണ്ട്. അതേപോലെ തന്നെ നോക്കി നന്നായിട്ട് അടുമ്മയിലേക്ക് ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുള്ള ആ ഒരു നെറ്റില്ല, ആ നെറ്റിൻ്റെ ഒരു മണ്ട വരെ അങ്ങ് എത്തിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് മേളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് തളിർപ്പുകളൊക്കെ കയറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഇടയിൽ ആട്ടുംകാഷ്ടൊക്കെ 2 വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെയൊക്കെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നന്നായിട്ട് വള്ളി കയറി നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ടോ ഇലകളായാലും. അപ്പോൾ നോക്കി ഈ ഭാഗം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഗൈസ് ഇലകൾ മാത്രമല്ല അവിടെ നോക്കി ഇപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ട് 1 മാസം ആകുമ്പോഴത്തേനാട്ടോ ഈ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. നോക്കി നല്ല രീതിയിൽ തന്നെ ഒരു വള്ളി ഫോം ചെയ്തിട്ടുള്ളൂ. വള്ളി പോലെയാണ് നമ്മുടെ ഈ ഒരു പയർ വന്നത്. നമ്മുടെ വള്ളിപ്പയറാണല്ലോ.
ഈ ഒരു ചെറുതിലെ തന്നെ ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് എത്രത്തോളം നീളം വെക്കുന്നതൊക്കെ നമുക്ക് എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇടയിലായിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിതുപോലെ വിത്തുകളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളൊക്കെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളിതിന് അത്യാവശ്യം വേണ്ട ജൈവവളങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ മായമില്ലാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ വേറെ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അതൊക്കെ വള്ളികൾ ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ നമ്മളിതാ ഫുള്ളായിട്ട് മേളിലേക്ക് അതായത് നമ്മുടെ ഒരു നെറ്റിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കയറ്റി വിട്ടാൽ മതി കേട്ടോ. പിന്നെ ബാക്കി അവർ തന്നെ അങ്ങ് കയറിക്കോട്ടെ. അതിലിങ്ങനെ ചുറ്റി പടന്നിട്ട് തുടക്കത്തിൽ ചെറിയൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നോളൂ ഈ ഒരു നെറ്റി കൂടെ. ഇതിപ്പോൾ നമ്മുടെ വള്ളിപ്പാറാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വള്ളിപ്പാറിൽ തന്നെ വെറൈറ്റി ഇനം വള്ളിപ്പാറുകളാണ് നമ്മൾ നട്ടു കൊടുത്തത്. സീഡുകൾ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ വള്ളിപ്പാറിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളത് നല്ല ഗ്രീനല്ല. അപ്പോൾ അതൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും കേട്ടോ. അതേപോലെ ഇതിൽ നമ്മൾ പർപ്പിൾ കളർ അതുപോലെ തന്നെ ഗ്രീൻ കളർ അങ്ങനെ ഒരു 3-4 വെറൈറ്റി ഇനം പയർ നട്ടുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. കാരണം ഫുൾ കളർഫുള്ളായിട്ടൊരു പ്രത്യേകതരം മയം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അച്ഛൻ വരെ ഫുള്ളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പയർ വിത്തുകൾ നട്ടു കൊടുത്തിട്ട് ആ ഒരു പയർ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ളതായാലും എടുക്കാം അവനെക്കുട്ടി വായോ. അപ്പോൾ ഇവിടെ നോക്കി കാട് പോയിട്ട് ഇലകളിങ്ങനെ തിക്കായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇലകളൊക്കെ നുള്ളി വിടുവാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഗ്രോത്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ആയിട്ട് നമ്മുടെ ഒരു പയറൊക്കെ ആയാലും. അപ്പം നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ നോക്കിയതാ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇതാ പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നോക്കി ചെറിയ പയറിൻ്റെ അടുത്ത് തുടക്കതാ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കി പൂക്കളായിട്ടും അതേപോലെ തന്നെ ചെറിയ ഒരു കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ കായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഒരു മാസം ആകുമ്പോഴത്തേനും കായിടുന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷയിലാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയല്ലേ. അതേപോലെ നമ്മൾ സീഡൊക്കെ പർച്ചേസ് ചെയ്തിട്ടില്ലായാലും നമ്മൾ അഗ്രി എന്ന് പറയുന്ന ഓൺലൈൻ പേജിൽ നിന്ന് നടമ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മായാജാലം കാണാൻ വേണ്ടി പറ്റും അല്ലേ. വള്ളിപ്പാർ എന്ന് പറയുമ്പോൾ വള്ളി പോലെ തന്നെ ആ ഒരു ഇതുപോലത്തെ ആ ഒരു തളിർപ്പുകളൊക്കെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ആവില്ല. വള്ളി പോലെ തന്നെ ഒരുപാട് വട്ടം വീശങ്ങ് സ്പ്രെഡ് ആവും. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ വള്ളിപ്പാരൊക്കെ ചെയ്ത് കണ്ടിട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പന്തലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് പറയുന്നത് നമുക്ക് താഴേക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗാർഡനാണ്. അപ്പോൾ ഗാർഡൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പൂച്ചെടികളൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡായി പോയി. അതുകൊണ്ട് നമുക്ക് ഇവിടെ പന്തലിടുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു ട്രിക്കാട്ടോ ഈ ഒരു നെറ്റ് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ലെവൽ വരെ നമ്മൾ നെറ്റ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ട് അങ്ങ് പന്തലിച്ച് വരുമല്ലോ. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ഇങ്ങോട്ടേക്ക് ഫുള്ള് റോഡാണ്. അപ്പോൾ എന്തായാലും ഈ റോഡിൻ്റെ സൈഡിലാണ് അതായത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പയറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു നെറ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു എന്താ പറയുക ഒരു വേലിയുടെ ഒരു സെറ്റപ്പ് ആവും കൂടി ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒരു പകുതിയോളം കയറിയിട്ടുണ്ടല്ലോ നമ്മുടെ പയറിൻ്റെ ആ ഒരു തളിർപ്പുകളൊക്കെ ആയാലും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഫുൾ ഈ ഒരു ഗ്രീൻ നെറ്റ് ഫുള്ളൊരു പച്ചമയായിരിക്കും. അപ്പോൾ കാണാനൊരു പ്രത്യേക ലുക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ ഇതുപോലെ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ നെറ്റാണ് നമ്മുടെ ഒരു വല കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നെറ്റ് നമുക്കിപ്പോൾ തീരെ സ്ഥലമില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് കൃഷി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കും കണ്ടും പൊട്ടി ഇത് ചെയ്യാവുന്ന കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ഇതുപോലെ വള്ളിപ്പാരൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് വേണം. അപ്പോൾ അങ്ങനെ സ്പേസ് ഒക്കെ കുറവുള്ള കൂട്ടുകാർക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ കുറച്ച് നട്ടു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ നമ്മളിതുപോലെ ഹൈറ്റിൽ ഇതേ ലെവലൊന്ന് നമ്മൾ ഇതുപോലത്തെ നെറ്റൊക്കെ വാങ്ങിച്ച് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റിനായാലും ഒരുപാട് പൈസ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പയർ ഗ്രോത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് ഒരുപാട് പയർ നമുക്ക് കിട്ടുകയും കൂടി ചെയ്യില്ല. അപ്പോൾ നല്ല ഈ ഒരു ട്രിക്ക് അങ്ങനെ ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ ആയാലും നമുക്ക് മൊത്തത്തിൽ നന്നായിട്ട് സ്പ്രെഡായിട്ട് കാണാൻ തന്നെ ഒരു നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് പയർ പുള്ളിക്കുത്ത കാര്യങ്ങളൊന്നും നല്ല അടിപൊളിയായിട്ട് തന്നെയായിട്ട് വരുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ജൈവവളങ്ങളും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ എന്നാലും ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിൽ ഇവിടെ കാണിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി അങ്ങനത്തെ വളപ്രയോഗങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഗൈസ് നമ്മളിതാ ഈ ഒരു നെറ്റിന്റെ മേൽഭാഗത്തായിട്ട് കേരളത്തിൽ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇതേപോലെ നെറ്റിനെ നമുക്ക് വലിച്ച് കെട്ടും കൂടി ചെയ്യാം. പക്ഷെ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു വള്ളിയൊക്കെ അതായത് പയറിൻ്റെ വള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വളർന്ന് കയറും. വളർന്ന് കയറി കഴിഞ്ഞാൽ അറ്റം എത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പയർ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും പയറൊക്കെ ആയി കുറച്ച് കായ്ച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേനും അതിന് വെയിറ്റ് താങ്ങാൻ പറ്റാതെ നമ്മൾ നെറ്റാണ്. അപ്പോൾ നെറ്റ് കുറച്ചുകൂടി താഴേക്ക് ഇറക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ചെറിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു കേരവളി നന്നായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കി ഈ ഹോളുകളുണ്ടോ. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ നല്ല രീതിയിൽ തന്നെ കോർത്ത് ഒരറ്റം വരെ നമ്മൾ നന്നായിട്ട് വലിച്ചു കെട്ടിയിരിക്കണം. അപ്പോൾ എന്ന് പറയുമ്പോൾ
ഒരു നെറ്റിന് നല്ലൊരു സപ്പോർട്ടും കൂടിയാണ്. അതായത് കുറച്ച് ഇനിയിപ്പോൾ ഈ ഒരു കായകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ വെച്ചാലും നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ എന്തായാലും ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് വലിച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ കായ് കഴിഞ്ഞാൽ തൂങ്ങാൻ തുടങ്ങുന്നുണ്ട് തന്നെ. ഇപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഗൈസ് ഞാനിപ്പോൾ ഇതിൽ ഒരു 2-3-4 വെറൈറ്റി ഇനം പയറുള്ളത്. വള്ളിപ്പയറിൻ്റെ ഒരു 3-4 കളർ ഇനം നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ പച്ച പയറുണ്ടാവുന്ന ഒരു പച്ച വള്ളിപ്പയറിൻ്റെ വെറൈറ്റിയാണ്. അതേപോലെ ഇല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഇത് നല്ല പച്ചയാണെങ്കിൽ ഇതിൻ്റെ ഇലയിൽ കൂടെ നോക്കി ചെറിയൊരു മാറ്റം ഉണ്ടില്ല ഒരു ഇലകൾക്ക്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇലകൾ നോക്കിയാൽ തന്നെ നമുക്ക് കളർ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കളറായിരിക്കും ഇതിലുണ്ടാവുന്ന പയറിനായാലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഫുള്ള് നട്ടു കൊടുത്തിട്ടുള്ളത്. വിത്തുകളെല്ലാം പാടെ നല്ല രീതിയിൽ മിക്സ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടായി വരുമ്പോഴായാലും ഫുള്ള് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് എന്തായാലും വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ഇതുപോലെ കുറച്ച് ടൈം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി തൈകളും നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കൂടി പറ്റും കേട്ടോ. ഇത് നമുക്ക് വിഷമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കും. പിന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിക്കാനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാരണം ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കൈയോട് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.